പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എക്സൽ ട്യൂട്ടോറിയൽസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫാസിസവും നാസിസവുമാണ്. അപ്പോൾ ഫാസിസവും നാസിസവും, അതിൽ നമ്മൾ ഫാസിസം പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം പഠിച്ചു, ഫാസിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച്, ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത നമ്മൾ പഠിച്ചു പറഞ്ഞു ഞാൻ എന്താ, നാസിസത്തെ കുറിച്ച് അല്ലെ. ജർമ്മനിയിൽ അഡോപ്റ്റ് ചെയ്ത ഗവൺമെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നാസിസമാണ്. എങ്ങനെയുള്ള ഗവൺമെന്റ് ആണ് നമ്മൾ പഠിച്ചു? ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെ, ഏകാധിപത്യ ഭരണകൂടങ്ങൾ, ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപതികൾ, ഏകാധിപതികൾ ഭരിക്കുന്ന ഒരു കാലഘട്ടം. യൂറോപ്യൻ നേഷൻസിലൊക്കെ അവരുടെ ഗവൺമെന്റുകളൊക്കെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ആ ഗവൺമെന്റുകൾക്ക് പകരമാണ് ആര് വരുന്നത്? സ്വേച്ഛാധിപതികൾ വന്നു. ഒന്ന് നമ്മൾ കഴിഞ്ഞു, ഏതാ? ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയിലൂടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് വന്നു. അതോടൊപ്പം തന്നെ അൽബേനിയയും എത്തോപ്യയും എന്ത് ചെയ്തു? ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്തു. ഫാസിസ്റ്റ് ഫിലോസഫി അവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ജർമ്മനി കുറച്ചുകൂടി ക്രൂഷ്യൽ ആയിരുന്നു. പക്ഷെ എന്താ, ഈ നാസിസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസമാണ് അല്ലേ. കാരണം എന്താ, ഫാസിസത്തിന്റെ ഒരു ജർമ്മൻ വേർഷനാണ് ഏത്? നാസിസം എന്ന് പറയുന്നത്. നിങ്ങൾ ആ പോർഷൻ എടുക്കുമ്പോൾ, ടെക്സ്റ്റിൽ ആ പോർഷൻ എടുക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ജർമ്മൻ പുരോഹിതൻ പാസ്റ്റർ മാർട്ടിൻ നിമോയിൽഡർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാസിസത്തിന്റെ ഒരു നേച്ചറിനെ കുറിച്ചാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്താ നാസിസം, കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താ നാസിസം എന്ന് പറയുന്നത്? എന്താ നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. എന്താ അവിടെ പ്രത്യേകത? എന്താ, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? അപ്പൊ നമ്മളെ ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അധികാരത്തിൽ വന്നെന്ന് പഠിച്ചു. അതുപോലെ ജർമ്മനിയിൽ നാസി പാർട്ടി എങ്ങനെയാണ് അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അല്ലെ. ഫാസിസ്റ്റ് പാർട്ടിക്ക് ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുള്ള സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ് നമ്മൾ പഠിച്ചു ഫസ്റ്റ് വേൾഡ് വാറിന്റെ. ഇവിടെയും സെയിം സിറ്റുവേഷനാണ്. അപ്പൊ എന്തുകൊണ്ടാ ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി വന്നെങ്കിൽ ജർമ്മനിയിൽ നാസി പാർട്ടി ഒരു അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സർക്കംസ്റ്റൻസസ്, സാഹചര്യം എന്തൊക്കെയായിരുന്നു? നമ്പർ 1, the Treaty of Versailles imposed by the victorious allies on Germany after the First World War. അല്ലെ, 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വിജയിച്ച രാജ്യങ്ങൾ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി ഉടമ്പടി പഠിച്ചു. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നില്ല. വേഴ്സായി ഉടമ്പടിയിലെ എഗ്രിമെന്റ്സുകൾ, പ്രൊവിഷൻസ് എങ്ങനെയാണ് ജർമ്മനിയെ അഫക്ട് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. സെക്കൻഡ്ലി, എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടണിറ്റി അല്ലെ. ജർമ്മൻ ഭരണകൂടം പരാജയപ്പെട്ടു, പൊളിറ്റിക്കൽ അൺസർട്ടണിറ്റി ഉണ്ടായി, രാഷ്ട്രീയപരമായ ഒരു അസ്ഥിരത, ഇൻസ്റ്റബിലിറ്റി അവിടെ ഉണ്ടായി. രാഷ്ട്രീയപരമായ ഒരു അസ്ഥിരത എവിടെ ഉണ്ടായി? ജർമ്മനിയിലുണ്ടായി. അപ്പോൾ വേഴ്സായി ഉടമ്പടി അടിച്ചേൽപ്പിച്ച ആ ഭാരം, സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, ജർമ്മൻ ഗവൺമെന്റിനുണ്ടായ പരാജയം, രാഷ്ട്രീയപരമായ അസ്ഥിരത, ഇതെല്ലാം കാരണം എന്ത് ചെയ്തു? ഹിറ്റ്ലർ, ദ ലീഡർ ഓഫ് നാസി പാർട്ടി, കെയിം ടു പവർ ഇൻ ജർമ്മനി. ജർമ്മനിയിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നു? നാസി പാർട്ടി അധികാരത്തിൽ വന്നു. അപ്പൊ എന്തൊക്കെയാണ് നാസി പാർട്ടി ജർമ്മനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത പോളിസീസ്, അല്ലെങ്കിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആ നാസിസ്റ്റ് ഫിലോസഫിയുടെ നേച്ചർ, സ്വഭാവം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണ്? ഫാസിസ്റ്റ് പാർട്ടി ഇംപ്ലിമെന്റ് ചെയ്ത തിയറി തന്നെയാണോ നാസി പാർട്ടിയും ഇംപ്ലിമെന്റ് ചെയ്തത്? നമ്മൾ പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചു. ആ സെയിം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തന്നെയാണ് നാസി പാർട്ടിയും ജർമ്മനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്.
അതേ സെയിം തിയറി തന്നെയാണ്. പക്ഷെ ഇറ്റലിയെക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, ഒരു അഗ്രസീവ് പോളിസി കുറച്ചുകൂടി ഹാർഡായിരുന്നു എവിടെ, ജർമ്മനിയിൽ. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. വേൾഡിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്ന ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്താ, ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി അല്ലെ സ്വേച്ഛാധിപതി എന്ന് നമ്മൾ ലോകത്തെ എല്ലാവരെയും വിറപ്പിച്ച ഒരു സ്വേച്ഛാധിപതിയാണ് ആര്, ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയാണ്. ഹിറ്റ്ലറിനൊക്കെ വലിയൊരു സ്വേച്ഛാധിപതിയെ കുറിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, വളരെ അപൂർവമാണ് കിട്ടുക. അപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അത്രമാത്രം ക്രൂഷ്യലായിരുന്നു. എന്തൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോവാം അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേക ഒരു നേച്ചർ ഉണ്ട് അദ്ദേഹത്തിന്. എന്താ അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ? എന്താ, ഓറേറ്ററി സ്കിൽ, എന്താ ഒരു പ്രസംഗ പാടവം, സംഘടന, അതുപോലെ ഓർഗനൈസ്ഡ് എബിലിറ്റി. ഒരു പ്രസംഗ പാടവം, ആരെയും പ്രസംഗിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ സംഘാടന മികവ്, ആൾക്കാരെ സംഘടിപ്പിക്കാനുള്ള ഒരു ശേഷി. ഇതാണ് ഹിറ്റ്ലർക്കുണ്ടായിരുന്ന ഏറ്റവും. ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട് അല്ലെ. ഒരു പോപ്പുലർ സപ്പോർട്ട് ഈസിലി ആയിട്ട് ഗെയിൻ ചെയ്യാൻ ഹിറ്റ്ലറുടെ ഏത് നേച്ചറിന് കഴിഞ്ഞു? ഓറേറ്ററി സ്കില്ലിനും കഴിഞ്ഞു, ഓർഗനൈസേഷണൽ എബിലിറ്റിക്കും കഴിഞ്ഞു. അതാണ് ഹിറ്റ്ലറുടെ ഒരു പ്രത്യേകത. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചർഡ് ദി പവർ. അദ്ദേഹം എന്ത് ചെയ്തു? ജർമ്മൻ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തു. മാത്രമല്ല ആ ജർമ്മൻ പവർ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. കാരണം ആ ഡിസ്മിസ് ചെയ്യാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. കാരണം എന്താ, ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ആ ഗവൺമെന്റിന് ഇല്ല. ഇറ്റലിയിലും ജർമ്മനിയിലും സംഭവിച്ചതാ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അവിടെ ഉണ്ടായ എന്ത് ചെയ്യുന്നു, സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ആ റിസൾട്ടുകൾ അവിടുത്തെ ഗവൺമെന്റിനെ എല്ലാം ഒപ്പോസ് ചെയ്യുന്ന തിയറിയാണ് ജനങ്ങൾ ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഡിക്റ്റേറ്റേഴ്സിന് വളരെ ഈസി ആയിട്ട് തന്നെ ജർമ്മനിയിലും ഇറ്റലിയിലും ഗവൺമെന്റുകൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതാ ഇവിടെയും ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വെയർ എക്സിക്യൂട്ടഡ്. ഹിറ്റ്ലർ ആരെയൊക്കെ വകവരുത്തി? സോഷ്യലിസ്റ്റുകളെ വകവരുത്തി, കമ്മ്യൂണിസ്റ്റുകളെ വകവരുത്തി, ജൂതന്മാരെ വകവരുത്തി, ആൻഡ് ഡെമോക്രാറ്റ്സ് ജനാധിപത്യവാദികളെ. ഇതെല്ലാം ആരുടെ ശത്രുക്കളെ? എനിമിയായിരുന്നു. ഹിറ്റ്ലറുടെ എനിമികളായിരുന്നു. ആരെല്ലാം? സോഷ്യലിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ എനിമിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ എനിമിയായിരുന്നു. ജൂതന്മാർ അദ്ദേഹത്തിന്റെ എനിമിയായിരുന്നു. ഡെമോക്രാറ്റീസ് ജനാധിപത്യവാദികൾ അദ്ദേഹത്തിന്റെ എനിമിയായിരുന്നു. ഇവരെല്ലാം ഹിറ്റ്ലർ എക്സിക്യൂട്ട് ചെയ്തു. ഹിറ്റ്ലർ held the Jews responsible for Germany's ruin and humiliation. അദ്ദേഹം പറഞ്ഞു, ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദി ആരാണെന്ന്. ഹിറ്റ്ലർ പറഞ്ഞത് ആരെയാ? ജൂതന്മാരെയാണ്. അതുകൊണ്ടാ ജൂതന്മാരെ കൊന്നൊടുക്കിയത്. ജർമ്മനിയുടെ നാശത്തിന് അല്ലെങ്കിൽ ജർമ്മനിയുടെ അപമാനത്തിനും തിരിച്ചടികൾക്കും എല്ലാം ഉത്തരവാദി ആരാ? ജൂതന്മാരെന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂതന്മാരെ എന്ത് ചെയ്തത്? എക്സിക്യൂട്ട് ചെയ്തത്. ദിസ് ഈസ് നോൺ ആസ് ദി ഹോളോകോസ്റ്റ്. ഇവരെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ്, ഗെസ്റ്റപ്പോ were in charge of assaulting the massacring the Jews. ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലർ ഒരു മിലിറ്ററി ഫോഴ്സ് ഫോം ചെയ്തു. ആ മിലിറ്ററി ഫോഴ്സിന്റെ പേരാണ് ബ്രൗൺ ഷർട്ട്സ്, മറ്റത് ബ്ലാക്ക് ഷർട്ട്സ്. മുസോളനിയുടേത് ബ്ലാക്ക് ഷർട്ട്സ്, ഹിറ്റ്ലറുടേത് ബ്രൗൺ ഷർട്ട്സ്. ഇപ്പോൾ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഫോഴ്സിനെ ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഫോം ചെയ്തു. മാത്രമല്ല ഒരു സീക്രട്ട് പോലീസും അദ്ദേഹം ഫോം ചെയ്തു. ആ പോലീസിന്റെ പേരാണ് ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാ? എക്സിക്യൂട്ട് ദി ജൂസ്, ജൂതന്മാരെ വകവരുത്താൻ വേണ്ടി അല്ലെ. ജൂതന്മാരെ കൂട്ടത്തോടുകൂടി കുഴിച്ചുമൂടി എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഹിറ്റ്ലറുടെ ആത്മകഥയൊക്കെ വായിച്ചു നോക്കണം, നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടും. അതിന്റെ മലയാള പരിഭാഷയൊക്കെ ഉണ്ട്. അദ്ദേഹം ചെയ്ത ക്രൂരതകളെ കുറിച്ച് പറയുന്നുണ്ട്. ജൂത സ്ത്രീകളോടും കമ്മ്യൂണിസ്റ്റുകാരോടും
സോഷ്യലിസ്റ്റുകളോടൊക്കെ ഹിറ്റ്ലർ കാണിച്ച കൊടും ക്രൂരതകൾ വളരെ ദയനീയമാണ് അല്ലേ. കാരണം എന്താ, ജൂതന്മാരെയൊക്കെ വലിയ കുഴികൾ കുഴിച്ച് ഇത് കൂട്ടത്തോടുകൂടി കൊണ്ട് JCB അതുപോലത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുഴിയെടുത്ത് ഇതുപോലെ പകുതി ജീവനോടുകൂടി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ സ്ത്രീകളോട് കാണിച്ച ക്രൂരതകളൊക്കെ ചരിത്രം മാപ്പ് നൽകാത്ത ഒരു ക്രൂരതയാണ് ഹിറ്റ്ലർ കാണിച്ചത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ക്ലാസ്സിൽ പറയുന്നത്, അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ കിട്ടുന്നതിൽ വായിച്ചു നോക്കണം. നമുക്ക് ക്ലാസ്സിൽ അത് പറഞ്ഞ് തരാനുള്ള സമയക്കുറവ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ഹിറ്റ്ലർ പ്രോജക്റ്റഡ് ദി പ്യൂരിറ്റി ഓഫ് ദി ആര്യൻസ് റൈസ് അല്ലെ. ഇവിടെ ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി ഏൻഷ്യൻ റോമൻ എംപയറിനെ എന്ത് ചെയ്തു, പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ ഇവിടെ പ്രോജക്റ്റ് ചെയ്തത് എന്താ, പ്യൂരിറ്റി ഓഫ് എന്ത്, ആര്യൻസ് റൈസ് അല്ലെ. പഴയ ആര്യഗോത്രത്തിൽപ്പെട്ടവരാണ് ആര്, ജർമ്മൻകാരെന്ന് പറയുന്നത്. ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻസ് ഷുഡ് റൂൾ ദി വേൾഡ്. അദ്ദേഹം ആർഗ്യൂ ചെയ്ത് എന്താ, ലോകം ഭരിക്കേണ്ടത് ആരാ, ആര്യന്മാരായിരിക്കണം. ആര്യന്മാരെ ശ്രേഷ്ഠന്മാരെന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോ അവർ ആര്യഗോത്രത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ലോകം ഭരിക്കേണ്ടത് എന്താ, ആര്യന്മാരാണ് എന്നാണ് ആര് വിശ്വസിച്ചത്, ഹിറ്റ്ലർ വിശ്വസിച്ചു. അപ്പൊ അവര് ഏത് റൈസിലാണ് മറക്കണ്ട, ആര്യന്മാർ. ആര്യൻസ് എന്ന് പറയുന്ന റൈസിലാണ് ആരുള്ളത്, നമ്മുടെ ഹിറ്റ്ലർ അവരുള്ളത്. ഏതാ, നാസിസ്റ്റുകൾ. മറ്റത് ഏതായിരുന്നു, ഏൻഷ്യൻ റോമൻ എംപയർ. ഇറ്റലി എന്ന് പറയുന്നത് ഏൻഷ്യൻ റോമൻ എംപയറിന്റെ പാർട്ടായി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇപ്പൊ വേൾഡിൽ ഒരു റൂൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ആരായിരിക്കണം, ആര്യൻസ് ആയിരിക്കണം എന്നാണ് ആര് വിശ്വസിച്ചത്, ഹിറ്റ്ലർ വിശ്വസിച്ചത്. ആര്യൻസ്, he dated the Aryans ancestry of the Germans. അദ്ദേഹം പറയുന്നത് എന്താ, ഇവിടെ പറയുന്നത് എന്താ, നാസി അദ്ദേഹത്തിന്റെ ഒരു ഈ ഹിറ്റ്ലറുടെ അഭിപ്രായം ലോകത്തിലെ പരിശുദ്ധ വംശം എന്ന് പറയുന്നത് ആരായിരിക്കണം, ആര്യന്മാരാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. All other political parties except the Nazi party were banned. ബാൻ ചെയ്തു. നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ഹിറ്റ്ലർ ബാൻ ചെയ്തു. ട്രേഡ് യൂണിയൻസ് ആൾസോ വെയർ ബാൻഡ് അല്ലേ. എന്താ, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ മാത്രമല്ല ട്രേഡ് യൂണിയനെയും ഹിറ്റ്ലർ ബാൻ ചെയ്തു. എന്ന് വെച്ചാൽ നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ട്രേഡ് യൂണിയനെയും ആര് ബാൻ ചെയ്തു, ഹിറ്റ്ലർ ബാൻ ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ എനിമീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളും ഡെമോക്രാറ്റ്സുകളും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും പെസൻസ് ലീഡേഴ്സും ഒക്കെയാണ്. അവരെയൊക്കെ മെയിനായിട്ട് ജൂതന്മാർ. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. ഹിറ്റ്ലർ അഡോപ്റ്റ് ചെയ്ത ഒരു തിയറി, ഒരു പാർട്ട് അതാണ് നിർബന്ധിത സൈനിക സേവനം. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. മിലിറ്ററി സർവീസ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താക്കി മാറ്റി, കമ്പൽസറി ആക്കി മാറ്റി. Hitler incited a spirit of revenge among the Germans against the terms of the Treaty of Versailles. കാരണം എന്താ, ജർമ്മനിയെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു ട്രീറ്റിയാണ് വേഴ്സായി ഉടമ്പടി, വേഴ്സായി ട്രീറ്റി. അപ്പോൾ ആ വേഴ്സായി സന്ധിയിലെ ആ പ്രൊവിഷൻസിനെതിരായിട്ട് പീപ്പിൾസിന്റെ ഇടയിൽ എന്തുണ്ടാക്കിയെടുത്തു, ആ ഒരു പ്രതികാരം അല്ലെ, റിവെഞ്ച്. ഓർമ്മയുണ്ടോ, റിവെഞ്ച് മൂവ്മെന്റ് നമ്മൾ പഠിച്ചു. ഒരു റിവെഞ്ച് പ്രതികാരം ആരുണ്ടാക്കിയെടുത്തു, ഹിറ്റ്ലർ. കാരണം എന്താ, ജർമ്മനിയെ അത്രമാത്രം അഫക്റ്റ് ചെയ്തു വേഴ്സായി ട്രീറ്റി. അപ്പോൾ ആ വേഴ്സായി ട്രീറ്റിയിലെ പ്രൊവിഷൻസ് അതിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു റിവെഞ്ച് ഫോം ചെയ്യാൻ ഹിറ്റ്ലർ വിചാരിച്ചു. കാരണം നമ്മൾ പറഞ്ഞു ഹിറ്റ്ലറുടെ ഒരു പ്ലസ് പോയിന്റ് എന്താ, ഓററ്ററി സ്കില്ലും ഓർഗനൈസേഷണൽ എബിലിറ്റിയുമാണ്. പ്രസംഗ പാഠവും സംഘാടന മികവുമാണ് ഹിറ്റ്ലറുടെ ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ തിയറീസ് വളരെ സിമ്പിളായിട്ട് പീപ്പിൾസിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിളായിട്ട് തന്നെ ഒരു പബ്ലിക്
അല്ലെ? അദ്ദേഹം നേരത്തെ നമ്മൾ പഠിച്ചു, അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ആ ഒരു തിയറീസ്, ഈ നാസിസ്റ്റ് ഫിലോസഫി അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്തിനെയൊക്കെ യൂസ് ചെയ്തു? ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ, എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദി ഐഡിയോളജീസ് ഓഫ് നാസിസം. നാസിസ്റ്റ് ഐഡിയോളജീസ് വളരെ വ്യാപകമാക്കാൻ വേണ്ടി അദ്ദേഹം ന്യൂസ് പേപ്പറും ആർട്ടും ലിറ്ററേച്ചറും സിനിമയും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ടോക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഫീലിംഗ് ഓഫ് റിവെഞ്ച് എമംഗ് ജർമൻസ്, ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജനങ്ങളുടെ മനസ്സിലെ ആ ഒരു റിവെഞ്ചിനെ, പ്രതികാരത്തെ മാക്സിമം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു അഗ്രസീവ് നാഷണൽ പോളിസി അദ്ദേഹവും ഫോളോ ചെയ്തു. മുസോളിനിയെ പോലെ തന്നെ ഹിറ്റ്ലറും പ്രൊപ്പഗേറ്റ് ചെയ്ത ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഏതാണ്? അഗ്രസീവ് നാഷണൽ പോളിസിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ആ അഗ്രസീവ് നാഷണൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹിറ്റ്ലർക്കുണ്ടായ ഒരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു? ആ പീപ്പിൾസിന് എന്ത് ചെയ്തു? വ്യവസായ എഗ്രിമെന്റിനോട് ഒരു റിവെഞ്ച്, ഒരു പ്രതികാരം ഉണ്ടായിരുന്നു. അതിനെ മാക്സിമം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്കിയ. അദ്ദേഹം ഏതിനൊക്കെ? ഈ അഗ്രസീവ് നാഷണൽ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ട് ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്കിയയും അറ്റാക്ക് ചെയ്തു. ജർമ്മനിയും അതുപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ, അല്ലെ? ഇറ്റലിയും ജപ്പാനെയും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു മിലിറ്ററി ഗ്രൂപ്പ്, ഒരു അലയൻസ് ഫോം ചെയ്തു. ജർമ്മനിയായി, പിന്നെ ഈ ഫാസിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്ത ഏഷ്യൻ കോണ്ടിനെന്റിലെ ഒരു നേഷനായിരുന്നു ജപ്പാൻ. അപ്പോൾ ജർമ്മനിയായി, ജപ്പാനായി, ഇറ്റലിയായി. ഇപ്പോൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഒരു ന്യൂ മിലിറ്ററി അലയൻസ് അവിടെ ഫോം ചെയ്യുകയാണ്. അല്ലെ? ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. അപ്പൊ ഇങ്ങനെ ഒരു നാസി അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഗ്രൂപ്പ് വേൾഡിൽ അമർജ് ചെയ്ത സമയത്ത് അതും എന്ത് ചെയ്തു? ഒരു നെക്സ്റ്റ് വേൾഡ് വാറിന്റെ ഒരു സിറ്റുവേഷൻ അവിടെ ഔട്ട് ബ്രേക്ക് ചെയ്യപ്പെടുക. കാരണം വൺ സൈഡിൽ ഇറ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അൽബേനിയയും എത്യോപ്യയും പോലുള്ള നേഷൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്തു. അവരെന്താ? ഫാസിസ്റ്റ് ഫിലോസഫിയിലേക്ക് പോയി. ഇപ്പുറത്ത് ജർമ്മനി നാസിസം ഫ്ലറിഷ് ചെയ്തതിലൂടെ ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ നേഷൻസിനെ അറ്റാക്ക് ചെയ്തു. അല്ലെ? ലേറ്റർ ടൈമിൽ മെനി നേഷൻസ് ആസ് പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ്. അല്ലെ? ലേറ്റർ ടൈമിൽ മെനി യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്കൻ നേഷൻസ് ഫോളോവ്ഡ് ഫാസിസ്റ്റ് ഫിലോസഫി. ആ ഫാസിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ? ഫാസിസം എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് അവിടെ അഡോപ്റ്റ് ചെയ്ത തന്ത്രം. ഫാസിസ്റ്റ് റൂൾ, ഫാസിസ്റ്റ് ഭരണമാണ് ഈ നേഷൻസിലേക്ക് അഡോപ്റ്റ് ചെയ്ത്. എവിടേക്ക്? ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്കിയൊക്കെ അഡോപ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? വേൾഡിൽ ദ നെക്സ്റ്റ് അലയൻസസ് എമർജ് ചെയ്യുന്നു. ഏതൊക്കെ? ആരൊക്കെ? ഇറ്റലി, ജർമ്മനി, ഇറ്റലിയായി, ജർമ്മനിയായി, ജപ്പാൻ. അല്ലെ? ഒരു സ്ട്രോങ് നേഷൻ, ഒരു ഗ്രൂപ്പാണ്. അല്ലെ? യൂറോപ്പിൽ നിന്ന് ഇറ്റലിയും ജർമ്മനിയും, ഏഷ്യയിൽ നിന്ന് ജപ്പാനും. എന്താ? ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് തിയറി ഫോളോ ചെയ്തതിലൂടെ എന്ത് ചെയ്തു? ഒരു ന്യൂ മിലിറ്ററി അലയൻസസ് ഫോം ചെയ്യുന്നു. ഒരു നെക്സ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ഔട്ട് ബ്രേക്ക് അവിടെ ഉണ്ടാവും. ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ഒരു അലയൻസസ് ആയി മാറും. അപ്പൊ എന്താ? വേൾഡിൽ ഇറ്റലി, ജർമ്മനി നേഷൻസ് എന്ത് ചെയ്തു? ആ ഫാസിസ്റ്റ് ഫിലോസഫിയിലൂടെ, ഒരു ഡിക്റ്റേറ്റർഷിപ്പിലൂടെ ഒരു സ്ട്രോങ് സൂപ്രിമസി വേൾഡിൽ ക്രിയേറ്റ് ചെയ്തു. അല്ലെ? ശക്തമായ ഒരു ആധിപത്യം ലോകത്ത് ഊട്ടിയുറപ്പിക്കുവാൻ വീണ്ടും ആർക്ക് കഴിയുന്നു? ഇറ്റലിക്കും ജർമ്മനിക്കും കഴിയുന്നു. ഏതിലൂടെ? ഡിക്റ്റേറ്റർഷിപ്പിലൂടെ. ആരിലൂടെ? ബെനിറ്റോ മുസോളിനി ആൻഡ് അഡോൾഫ് ഹിറ്റ്ലറിലൂടെയും ബെനിറ്റോ മുസോളിനിയുടെയും. എങ്ങനെ? ഡെമോക്രാറ്റിക് തിയറിയെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും പെസൻസ് ലീഡേഴ്സിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട്, ജ്യൂസിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട്, ആര്യൻസ് റൈസിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട്,
ഏൻഷ്യൻ റോമൻ എംപയറിനെ എന്ത് ചെയ്തു, പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് എമർജ് ചെയ്യുന്നു. അപ്പോൾ എന്താ, ഫസ്റ്റ് വേൾഡ് വാറിലുണ്ടായ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവുകയാണ്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസിന്റെ അല്ലെ പരിണിത ഫലങ്ങളുടെ ഒരു റിസൾട്ടാണ് ഇതാ ഇവിടെ വീണ്ടും വരുന്നു. എങ്ങനെ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ഒരു ന്യൂ മിലിറ്ററി അലയൻസസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്തു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ എന്താ, ഒരു അനദർ വേൾഡ് വാറിന്റെ സിറ്റുവേഷൻ, ഒരു മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ ഒരു സിറ്റുവേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ചില ആൻസർ കീകൾ നമ്മൾ നോക്കണം. ഫാസിസം വരുമ്പോൾ ഓർക്കുക, ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ, ബെനിറ്റോ മുസോളിനി, ബ്ലാക്ക് ഷർട്ട്സ്. ഇവിടെ വരുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ, ബ്രൗൺ ഷർട്ട്സ്. അതുപോലെ ഹിറ്റ്ലർ ഫോം ചെയ്ത സീക്രട്ട് പോലീസ് ആണ് ഏത്, ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന സീക്രട്ട് പോലീസ്. അപ്പൊ ഇതാണ് ഫാസിസവും നാസിസവും വേൾഡിൽ ഉണ്ടാക്കിയ ചേഞ്ച്. അപ്പൊ ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, കംപ്ലീറ്റ് ആയിട്ട് വേൾഡ് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുകയാണ്. കാരണം ഒരു എന്താ, യൂറോപ്യൻ സൂപ്രമസി എന്നതിനേക്കാൾ ഉപരിയായി വേൾഡിൽ ഒരു ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അല്ലെങ്കിൽ ഒരു ന്യൂ തിയറി അവിടെ ഡെവലപ്പ് ചെയ്തു അല്ലെ, ഫാസിസവും നാസിസവും. പക്ഷെ ഈ ഫാസിസവും നാസിസവും രണ്ട് തിയറി ആണെങ്കിലും അവർ ഫോളോ ചെയ്ത അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈക്വലാണ്. സെയിം ഫീച്ചേഴ്സ് ആണ് അവർ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. അവരുടെ സ്ട്രാറ്റജിയും സെയിം ആയിരുന്നു. കാരണം അവരുടെ എനിമീസും ഈക്വൽ ആയിരുന്നു, അവർ ഒപ്പോസ് ചെയ്ത തിയറീസും ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ലക്ഷ്യം ഒന്നാണ്, എയിം ഒന്നാണ്. കാരണം എന്താ, വേൾഡ് നേഷൻസിനെ ഈ ഫാസിസ്റ്റ് ഫിലോസഫിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് വേൾഡിൽ എന്ത് ചെയ്യുക, വീണ്ടും ഒരു സൂപ്രിമസി കീപ്പ് ചെയ്യുക, ഒരു ആധിപത്യം ഉറപ്പിക്കുക. അതായിരുന്നു ആരുടെ ലക്ഷ്യം. കാരണം ഇവർക്കൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, പഴയ ചരിത്രമുണ്ട്. എന്താ, ഒരു ഡെസ്ട്രക്ഷന്റെ ചരിത്രം, നാശത്തിന്റെ ചരിത്രം ആർക്കൊക്കെ, അല്ലെങ്കിൽ ഒരു ലോസിന്റെ ഒരു ഹിസ്റ്ററി, നഷ്ടത്തിന്റെ ഒരു ചരിത്രം ആർക്കൊക്കെ, ഇറ്റലിക്കും ജർമ്മനിക്കും ഉണ്ടായിരുന്നു. ആ ലോസ് ആണ് അവരെ വീണ്ടും എന്ത് ചെയ്യുന്നത്, റീസ്ട്രക്ചറിങ് ചെയ്യുന്നത്, പുനഃസംഘടിപ്പിക്കുന്നത്. ആ റീസ്ട്രക്ചറിങ് ചെയ്തപ്പോൾ, ആ റീസ്ട്രക്ചറിങ്ങിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ അവർ യൂസ് ചെയ്ത മെത്തേഡിൽ മാത്രമേ എന്തുണ്ടായുള്ളൂ, ചേഞ്ച് ഉണ്ടായുള്ളൂ. എന്ത് ചേഞ്ച്, ഈ ഒരു സിസ്റ്റം, ഒരു ഡെസ്പോട്ടിക് മെഷേഴ്സ്, അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റമാണ് അവർ ചെയ്തത്. അപ്പൊ ഇവിടെ ഹിറ്റ്ലറും മുസോളിനിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തതാ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേൾഡിൽ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാർ അറിയാലോ, ഫസ്റ്റ് മറക്കണ്ട, ഫസ്റ്റ് വേൾഡ് വാർ മറക്കരുത്, 1914 1918. സെക്കൻഡ് 1939 1945. ഈ വർഷം മറക്കരുത്. ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതിന്റെ റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു. ആ റിസൾട്ടിൽ ആ റിസൾട്ടിലൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ, വേൾഡ് പീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത്, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് അല്ലെ, പീസ് കീപ്പിംഗ് ഓർഗനൈസേഷൻ. ഏതാ, ലീഗ് ഓഫ് നേഷൻ. പക്ഷേ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫെയിലൂറായി. അത് ഫെയിലൂറായ സമയത്താണ് എന്ത് ചെയ്തത്, സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം 1939 എന്ത് ചെയ്യുന്നു, സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും, ഫാസിസ്റ്റ് അഡ്വാൻറ്റേജസിനെ കുറിച്ചായിരിക്കും. അവിടെ ഒരു ഔട്ട് ബ്രേക്ക്, സെക്കൻഡ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നു, ജർമ്മനിയും ഇറ്റലിയും ജപ്പാന്റെയും ഡെവലപ്മെന്റ്സിനെ കുറിച്ചായിരിക്കും. അവരുടെ ഇക്കണോമിക് ആ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി, കോളനീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേൾഡ് നേഷൻസ് 1 by 1 ആയി അവർ അറ്റാക്ക് ചെയ്യുന്നു.
അവർ അറ്റാക്ക് ചെയ്യുന്ന നേഷൻസിലെല്ലാം ഫാസിസ്റ്റ് ഫിലോസഫി അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ആ ഫാസിസ്റ്റ് ഫിലോസഫി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, അതിന്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഏതാ? അഗ്രസീവ് ഫിലോസഫിയാണ്, അഗ്രസീവ് നാഷണൽ തിയറിയാണ്, അഗ്രസീവ് നാഷണലിസമാണ്, ആക്രമണപരമായ ദേശീയത, എന്തിനേയും ആക്രമിച്ച് പിടിച്ചെടുക്കുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റിഫൈയിങ് ദി വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഗ്ലോറിഫൈയിങ് ദി നേഷൻ, അല്ലെ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു തിയറിയാണ് ആര്? ഹിറ്റ്ലറും മുസോളിനിയും ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അതെന്ത് ചെയ്തു? അവരുടെ ആ അഡ്വാൻറ്റേജസ് വേൾഡിൽ എന്ത് ചെയ്തു? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് പോവുക, അവരുടെ കോളനീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള തിയറീസ് ഇംപ്ലിമെന്റ് ചെയ്യാം, അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ന്യൂ സ്ട്രാറ്റജി അവർ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ് വേൾഡ് വാറിൽ ഡിക്ലൈൻ ചെയ്ത ജർമ്മനി 1939 പീരീഡ് 1930s ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. 1939 ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ പവേഴ്സ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ആരെത്തുന്നു? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ എത്തും. സെക്കൻഡ് വേൾഡ് വാറിലെ തീം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇറ്റലിയിലും ജർമ്മനിയിലും നാസിസവും ഫാസിസവും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നതിനെ കുറിച്ചാണ് നമ്മൾ, ആ നാസവും ഫാസവും ഇതിന്റെ റോൾ എന്ത്, സെക്കൻഡ് വേൾഡ് വാറിൽ അവരുടെ റോളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സ്റ്റാർട്ടിങ്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഇതെല്ലാം പഠിക്കുമ്പോഴും പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ രണ്ടും മുസോളിനിയും ഹിറ്റ്ലറും, ഫാസിസവും നാസവും നിങ്ങൾ ആൻസർ കീ ഉണ്ടാക്കി വെച്ച് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. ആൻസർ കീ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് 2 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ മിക്കവാറും ഓർമ്മ ഉണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെക്കുക. കാരണം രണ്ടിലും ഉപയോഗിക്കുന്ന തിയറി ഒന്നാണ്, അതുകൊണ്ട് അല്ലേ. കാരണം എന്താ, ഈ ഫാസിസം എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡായ ഫേസസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഫേസസ് എന്ന ട്രൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ്, ഒരു കെട്ട് ദണ്ടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫേസസ്, FACES അല്ലേ, വിത്ത് എന്തെയ്യുന്നു പ്രൊഡ്യൂസിങ് ആക്ട്സ്, അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. കേട്ടിട്ടുണ്ടാവും എന്താണെന്ന്. കാരണം ചെയ്യുന്നു ഇത് ഒരു കെട്ട് ദണ്ടും അതിന്റെ മുകളിൽ ഒരു മഴു. കേട്ടിട്ടുണ്ടോ? ഒരു കെട്ട് ദണ്ടും അതിന്റെ മുകളിൽ ഒരു മഴു. കാരണം പണ്ട് റോമൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സിമ്പിൾ അതായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുസോളിനി അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതായിരുന്നു? റോമൻ എംപയറിന്റെ സിമ്പിൾ ആയിരുന്നു. അതിന്റെ ആ ഒരു വേർഡിൽ നിന്നാണ് ഈ ഫാസിസം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. പിടികിട്ടിയോ? അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പുസ്തകത്തിൽ ആ 2-3 പേജിലായിട്ട് കിടപ്പുണ്ട്. എളുപ്പമാണ്, വായിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിക്കും? സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കും. അത് കഴിഞ്ഞ് 1-2 ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ, വലിയൊരു ചാപ്റ്ററാണ്, വേൾഡ് ഹിസ്റ്ററി ആണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഏത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം? 1939 മുതൽ 45 ഉള്ള സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ.